കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്നവർക്കും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുട്ടികളുടെ വിസിറ്റേഷൻ റൈറ്റ് കിട്ടാത്ത, കുട്ടികളെ കാണുവാനായിട്ട് സാധിക്കാത്ത എല്ലാ അച്ഛന്മാർക്കും ആനുകൂല്യം 100% ലഭിക്കും എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ്. അതായത് ഈ ഒരു കോടതി വിധിയിൽ ഹൈക്കോടതി പറയുന്ന പോയിന്റ് എങ്ങനെയാണ്, കുട്ടികളുടെ വൈകാരികമായ ഒരു സ്ഥിരത, അതായത് മാനസികമായിട്ടുള്ള ഒരു സന്തോഷം നിലനിർത്തുവാനായിട്ട് അമ്മയ്ക്ക് കുട്ടിയുടെ കസ്റ്റഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അച്ഛന് 100% കുട്ടിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുവാനും കുട്ടിയെ സന്ദർശിക്കുവാനുമായിട്ടുള്ള അവകാശമുണ്ട് എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. അതായത് അമ്മയ്ക്ക് കസ്റ്റഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ അച്ഛനൊരു ഗാർഡിയൻ OP ഫാമിലി കോടതിയിൽ ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അച്ഛന് കസ്റ്റഡി ലഭിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അവിടെ പൊങ്ങി വരും, ഈ സിറ്റുവേഷനിൽ കസ്റ്റഡി എന്ന് പറയുമ്പോൾ കുട്ടിയുമായിട്ട് നമുക്ക് കളിക്കുവാനും ചിരിക്കുവാനും കോടതികളുടെ ഉള്ളിൽ മാത്രമാണോ സാധിക്കുക, അല്ലെങ്കിൽ കോടതിക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇത് ചെയ്യുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം പൊന്തി വരും. അപ്പോൾ ഈ ഒരു കേസിൽ ഫാമിലി കോടതി എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നഗരത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുട്ടിക്ക് കളിക്കുവാനും സംസാരിക്കുവാനൊക്കെ പറ്റുന്ന ഒരു ഷോപ്പിംഗ് മോളാണ് ഈ ഒരു കേസിൽ കോടതി ഒരു വിസിറ്റേഷൻ പ്ലേസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് അമ്മയ്ക്കും എന്തുണ്ട്, കുട്ടിയും അച്ഛനും കൂടി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അമ്മയ്ക്കും അവിടെ നിൽക്കുന്നതുകൊണ്ട് കോടതി യാതൊരു വിധത്തിലുള്ള വിരോധവും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കേസിൽ ആദ്യഘട്ടത്തിൽ വിസിറ്റേഷൻ റൈറ്റ് കൊടുത്തിട്ടുള്ളത് കാലത്ത് 10 മണി മുതൽ 12 മണി വരെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയുമായിട്ട് അച്ഛനിങ്ങനെ സംസാരിക്കുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു എന്നെല്ലാം വന്നപ്പോൾ കുട്ടിക്ക് മനസ്സിലായി അമ്മ അല്ല ശരി, അച്ഛൻ്റെ ഭാഗത്ത് കുറച്ച് ന്യായങ്ങളുണ്ടെന്ന് കുട്ടിയെ മനസ്സിലാവുകയും കുട്ടിയും അച്ഛനും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം പതുക്കെ ഇങ്ങനെ സ്ട്രോങ് ആവാനും തുടങ്ങി. ഇത് കണ്ടപ്പോൾ അമ്മയ്ക്കത് ഭയങ്കര വിഷമമായി, മനസ്സിലായില്ലേ, അവിടെ ഒരു അസൂയ വരികയാണ് ചെയ്യുന്നത്. അമ്മ ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു, ഹൈക്കോടതിയിൽ പോയിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാണ്. അതായത് അച്ഛനും കുട്ടിയും ഇതുപോലെ ഒരു വളരെ സന്തോഷകരമായി നിൽക്കുന്നു, അങ്ങനെ നിൽക്കുമ്പോൾ അത് കുട്ടിക്ക് മാനസികമായിട്ടുള്ളൊരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്, കുട്ടിയുടെ പഠന കാര്യങ്ങളെ അത് ബാധിക്കുന്നു, അച്ഛൻ കുട്ടീനെ പലതരത്തിലുള്ള അമ്മയെയോ അമ്മയുടെ വീട്ടുകാരെയും പറ്റിയിട്ടുള്ള മോശമായ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നു, അത് കുട്ടിയുടെ മാനസിക ആരോഗ്യത്തിനെ ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അച്ഛനും കുട്ടിയും തമ്മിലുള്ള ഫാമിലി കോടതി അനുവദിച്ച ഈ ഓർഡർ റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വൈഫ് ഹൈക്കോടതിയിലേക്ക് പോയത്. ഹൈക്കോടതി പറഞ്ഞു ഒരിക്കലും അത് റദ്ദാക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ചോദിച്ചേക്കുന്നത് എന്താണ്, വിസിറ്റേഷൻ റൈറ്റ് മാത്രമാണ് ചോദിച്ചേക്കുന്നത്. പക്ഷെ കൂടാതെ അച്ഛനും കുട്ടിയും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പരിമിതമായിട്ടുള്ള ഒരു സമയം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് രണ്ടാമത്തെ ശനിയാഴ്ചയും 4ാമത്തെ ശനിയാഴ്ചയുമാണ് ആദ്യഘട്ടത്തിൽ കൊടുത്തേക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഇൻ്ററിം കസ്റ്റഡി പോലെയുള്ള സിറ്റുവേഷനിൽ അച്ഛനെ പറ്റിയിട്ടുള്ള എന്ത് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാലും അത് മുഖവിലക്കെടുക്കേണ്ട ആവശ്യമില്ല, അതൊരു അന്വേഷണം നടത്തേണ്ട ആവശ്യവുമില്ല എന്നാണ് കോടതി പറഞ്ഞേക്കുന്നത്. അതായത് അതിൻ്റെ വേറൊരു അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സിറ്റുവേഷൻസിൽ പറയാറുണ്ട്, അച്ഛൻ മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്, അച്ഛൻ്റെ അഡ്രസ്സ് പറഞ്ഞ സ്ഥലത്തല്ല കുട്ടീനെ അവർ കാണിക്കുവാനായിട്ട് കൊണ്ടുപോകുന്നത്, അച്ഛൻ്റെ മാനസിക പ്രശ്നമുണ്ട്, അച്ഛന് കുറേ ദുസ്വഭാവങ്ങളുണ്ട്, ഇങ്ങനെ അച്ഛനെ പറ്റിയിട്ട് ഒരുപാട് മോശം കാര്യങ്ങൾ നമ്മളിങ്ങനെ കോടതിയിൽ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ആ വക കാര്യങ്ങളൊന്നും തന്നെ ഇൻ്ററിം കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട സിറ്റുവേഷൻസിൽ കോടതികൾ സാധാരണ പരിഗണിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അത് നമുക്ക് പെർമനൻ്റ് കസ്റ്റഡി വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കുട്ടിക്ക് അച്ഛൻ ആരാണ് അമ്മ ആരാണ് എന്നുള്ള ഇത് അറിയുവാനും അവർ തമ്മിലുള്ള ഒരു മാനസിക വൈകാരിക ബന്ധം നിലനിർത്തുവാനും മാത്രമേ കോടതി നോക്കുകയുള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻ കേസിൽ മാത്രം നോക്കിയാൽ മതി എന്ന് കൃത്യമായി കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറഞ്ഞു വരാനുള്ള കാരണം പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടീനെ കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും വൈഫിനെ ഫോൺ വിളിച്ച് തെറി പറയുകയോ ചീത്ത പറയുകയോ ചെയ്യരുത്. കുട്ടീനെ കാണാൻ വേണ്ടി നിങ്ങൾ പരമാവധി അവരെ സ്കൂളുകളിലേക്ക് പോവാതെ ഇരിക്കുക എന്നുള്ളത് നോക്കുക. പകരം കോടതിയിൽ നിങ്ങളൊരു ഗാർഡിയൻ OP ഫയൽ ചെയ്യുക. കുട്ടീനെ കോടതിയിൽ വെച്ചിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്കും അത് താല്പര്യം ഉണ്ടാവില്ല.
നിങ്ങൾ ഏതെങ്കിലും ചെയ്യുന്നത് തൊട്ടടുത്തുള്ള കോടതിയുമായി തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു കുട്ടികൾക്ക് മാനസിക ഉല്ലാസം കിട്ടുന്ന പോലത്തെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലം, പാർക്കോ, ഇപ്പോൾ എറണാകുളത്തൊക്കെ ആണെങ്കിൽ നമുക്ക് സുഭാഷ് പാർക്ക് പോലുള്ള സ്ഥലങ്ങൾ അവിടെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിംഗ് മോളുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. സിനിമയ്ക്കൊന്നും കൊണ്ടുപോകണം, അങ്ങനെ പിള്ളേർക്ക് സിനിമ കണ്ടാൽ മനസ്സിലാക്കണം എന്ന് പ്രായമാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ ഏതെങ്കിലും എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾക്ക് അറിയും എന്നുണ്ടെങ്കിൽ, സേഫ്റ്റി ഉള്ള ഒരു സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ ആ സ്ഥലം ഏതാണെന്നുള്ളത് ആ പെറ്റീഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ പറയാം. അപ്പോൾ നമുക്ക് ഈ പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഫുൾ എന്താ പറയുക നൈറ്റ് കസ്റ്റഡി ഒന്നും പ്രതീക്ഷിക്കരുത്. ആദ്യം നിങ്ങൾ കുട്ടികളുമായിട്ട് ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം നെക്സ്റ്റ് പെറ്റീഷൻ ഫയൽ ചെയ്യുക. അപ്പോൾ അതിൽ പറയാം ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലായി എന്ന് പറയാം. അപ്പോൾ സമയം കോടതി വീണ്ടും കൂട്ടിത്തരും. അങ്ങനെയാണ് കൂട്ടി ഓരോ 6 മാസം കൂടുമ്പോഴും പുതിയ പെറ്റീഷൻസ് ഫയൽ ചെയ്ത് കുട്ടിയുമായിട്ട് നല്ല ഒരു ബന്ധത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അച്ഛനും കുട്ടിയും തമ്മിലുള്ള ഇൻട്രാക്ഷനെ ഒരു കാരണവശാലും കോടതി എതിർക്കില്ല. നിങ്ങൾക്ക് അനുകൂലമായി തന്നെയായിരിക്കും അവിടെ. എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ യാതൊരു വിധമുള്ള പ്രശ്നങ്ങളും അവിടെ ഉദിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള എന്തെങ്കിലും അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യും. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.